ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഹം ബ്രഹ്മാസ്മി എന്ന പഠന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവത്ഗീതയുടെ തുടക്കമായിരുന്നു. അതിൻ്റെ ക്ലാസ്സുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശ്രീ ശങ്കരാചാര്യ വിരചിത സൗന്ദര്യ ലഹരിയും അതുപോലെ തന്നെ അടുത്ത പേര് പെട്ടെന്ന് ഏതായാലും ഭജഗോവിന്ദവും പഠനത്തിന് ശേഷം നമ്മുടെ ഗുരുനാഥൻ ജയകൃഷ്ണൻജി നമുക്ക് വേണ്ടി ഭഗവത്ഗീതയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പാഠങ്ങൾ അറിഞ്ഞ് ചൊല്ലി പഠിക്കാനുള്ള അവസരമാണ് നമുക്ക് ഏവർക്കും കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ഈ പഠന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ബഹുമാന്യനായ ഗുരുനാഥനും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുക. ആദ്യം നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ സരസ്വതി ഒപ്പോളെ തന്നെ ക്ഷണിക്കുകയാണ്. ഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവതവശികാ താപപാപാസ്യ മാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലദോ നിഷ്പദന്തി ശംഭോർമൂർത്തി ചരതി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാജാം ശശിമണി ശിലാഭംഗരുചിഭിർ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വജോഭിർ വാഗ്ദേവീ വദനകമലാമോദ മധുരൈ. ശങ്കര. വളരെ സന്തോഷം. ഞാൻ പഠന ക്ലാസ്സിലേക്ക് ശ്രീ ജയകൃഷ്ണൻജിയെ സാദരം ക്ഷണിക്കുന്നു. ജയശങ്കര. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം
അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ മാധവോ മാധവോ വാക്യം മാധവോ മാധവോ ഹൃദി സ്മരന്തി സാധവോ നിത്യം സർവകാര്യേഷു മാധവം മാധവോ മാധവോ വാക്യം മാധവോ മാധവോ ഹൃദി സ്മരന്തി സാധവോ നിത്യം സർവകാര്യേഷു മാധവം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഭഗവത്ഗീതയുടെ പഠനം, അർത്ഥമറിഞ്ഞ് ഭഗവത്ഗീത പഠിക്കുക എന്ന് തീരുമാനിച്ചു. അതിൻ്റെ വിഷയം പരബ്രഹ്മമാണെന്നും പ്രയോജനം മുക്തിയുമാണ് എന്ന് നാം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യമായിട്ട് അന്നുണ്ടായത് അത് ഒരു റീക്യാപ്പ് നമുക്ക് നോക്കാം. ശങ്കരാചാര്യസ്വാമി ആദ്യമായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഒരു ബ്രീഫ് നാം സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ശങ്കരാചാര്യസ്വാമികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും ഉപനിഷത്തുകൾ ഏതാണെന്നും നാം സംസാരിക്കുകയുണ്ടായി. പ്രസ്ഥാനത്രയെക്കുറിച്ച് നാം സംസാരിച്ചു. അതിനുശേഷം ശങ്കരഭാഷ്യത്തിൻ്റെ ഒരു ഉപക്രമണിക നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ നാം അതിൽ പറയുകയുണ്ടായി ഇത് പ്രവൃത്തിധർമ്മ ലക്ഷണത്തെക്കുറിച്ചും നിവൃത്തിധർമ്മ ലക്ഷണത്തെക്കുറിച്ചും. അങ്ങനെയുള്ള വൈദിക ധർമ്മം കാലക്രമേണ നഷ്ടപ്പെട്ടു പോവുകയും എല്ലാ വർണ്ണാശ്രമങ്ങളും ആശ്രയിച്ചിരുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ പുനരുദ്ധരിപ്പിക്കുവാനായിട്ട് സാക്ഷാൽ നാരായണൻ സദാ ജ്ഞാനൈശ്വര്യ ശക്തി ബലവീര്യ തേജസ്സോടു കൂടിയിരിക്കുന്ന ആ ഭഗവാന് മൂന്ന് ഗുണങ്ങളും സത്വം രജസ് തമസ് ആ ത്രിഗുണാത്മകമായിരിക്കുന്ന തൻ്റെ ആ സ്വന്തം മായയെ വശീകരിച്ച് കൃഷ്ണൻ എന്ന നാമധേയത്തിൽ അവതാരം ചെയ്തു. എന്നിട്ട് ഈ പ്രവൃത്തി ലക്ഷണങ്ങളും നിവൃത്തി ധർമ്മ ലക്ഷണവും പ്രവൃത്തി ധർമ്മ ലക്ഷണവും തുടങ്ങിയ വൈദിക ധർമ്മങ്ങളെ അർജുനന് ഉപദേശിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇത് 18 അധ്യായത്തിലൂടെയാണ് ഇത് നാം പറയുകയുണ്ടായി. ഇതിലെ മഹാഭാരതം പ്രസിദ്ധമാകുന്നത് തന്നെ ഈ ഉപദേശം സംഹിതയിലൂടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ ഭാഗവതത്തിലും പറയുന്നുണ്ട്, അതിമർത്യാനി ഭഗവൻ ഗൂഢ കപടമാനസ എന്നാണ്, അല്ലേ, കപടമാനുഷ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കൃഷ്ണൻ ദേഹത്തോടെ അവതാരം ചെയ്ത് ഭഗവാൻ അർജുനന് ഈ ഗീതോപദേശത്തോടുകൂടി നമുക്ക് ഏവർക്കും വേണ്ടി പറഞ്ഞു തന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വിശിഷ്ടമായ കാര്യം. അങ്ങനെ ആ ഗീതയുടെ പിന്നീട് ആ ശങ്കരഭാഷ്യത്തിൻ്റെ ഉപക്രമണയ്ക്ക് ശേഷം നമ്മൾ ഗീതയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി, ഇല്ലേ. ആ ഗീതയുടെ മാഹാത്മ്യം വരാഹപുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം എന്തോ പറഞ്ഞല്ലോ, വരാഹപുരാണത്തിലാണ് ഗീതയുടെ മാഹാത്മ്യം പറഞ്ഞിരിക്കുന്നത്. ആ വരാഹപുരാണത്തിലെ ഏതാണ്ട് 18ഓളം ശ്ലോകങ്ങൾ നമ്മൾ അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അറിയുവാൻ സാധിച്ചു. ഗീതയുടെ മാഹാത്മ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഗീത ശ്രവിക്കുന്നത് അത്യധികം പ്രയോജനകരമാണ് എന്ന് നാം പറയുകയുണ്ടായി. ഇന്നു മുതൽ നമുക്കിനി ഉണ്ടാകേണ്ടത് ആദ്യമായിട്ട് പ്രാർത്ഥനാ ശ്ലോകങ്ങളെ ഒന്ന് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? വളരെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സൊരിക്കലും ഒരു എന്താണ് ശ്രദ്ധയോടുകൂടിയിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഏകാഗ്രമായിട്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നേടണമെങ്കിൽ നമുക്കുണ്ടാവേണ്ടത് എന്താണ്? ശ്രദ്ധയാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആ ശ്രദ്ധയുണ്ടാവണമെങ്കിൽ ഏകാഗ്രമായ മനഃചിത്ത വേണം. ആ മനസ്സ് ഏകാഗ്രമായ മനസ്സിന് വേണ്ടി നാം എന്താ ചെയ്യുക? പ്രാർത്ഥനകൾ നടത്തുക. അങ്ങനെ പ്രാർത്ഥനയിലൂടെ എന്താണ് നമ്മൾ ആ മനസ്സിനെ ഒരു ഡിസിൻറ്റഗ്രേറ്റഡ് ആയ മനസ്സിനെ കാലിബ്രേറ്റ് ചെയ്ത് ഏകാഗ്രചിത്തനാക്കുകയാണ് നാം ആദ്യമായിട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ്
പ്രാർത്ഥനയുടെ പ്രത്യേകത. അപ്പം നമ്മൾ 9 സാധാരണ ഭഗവത്ഗീതയുടെ പഠിതാക്കള് അല്ലെങ്കിൽ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നവര് നിത്യവും ചൊല്ലി വരുന്ന 9 പ്രാർത്ഥനാ ശ്ലോകങ്ങളുണ്ട്. ഈ 9 പ്രാർത്ഥനാ ശ്ലോകങ്ങളെ നമുക്ക് അർത്ഥമറിഞ്ഞ് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് 3-4 ശ്ലോകങ്ങൾ നോക്കാം. കാരണം അരമണിക്കൂറിനെ നമുക്ക് സമയം അനുവദിച്ചിട്ടുള്ളൂ, 30 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ് വരെ. അപ്പോൾ നമുക്ക് എങ്ങനെ പോകാം എന്ന് വെച്ചാൽ ഈ വരുന്ന 2-3 ക്ലാസ് കൊണ്ട് ഭഗവത്ഗീതയുടെ പ്രാർത്ഥനാ ശ്ലോകങ്ങളെ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കുന്നു. അതപ്പം ഞാൻ ആദ്യം 1-2 പ്രാവശ്യം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം പറയാം, വാക്കുകളുടെ അർത്ഥം പറയാം. പിന്നെ ഇങ്ങനെ 2-3 ശ്ലോകങ്ങൾ ചൊല്ലി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലി നോക്കാം. മ്യൂട്ടാക്കിയിട്ട് തന്നെ ചൊല്ലിയാൽ മതി. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ നിന്നും പഠിതാക്കളിൽ 3-4 പേര് ചൊല്ലുക, പാരായണം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഓം പാർത്ഥായ പ്രതിബോധിതം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനു സന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഒന്നുകൂടെ നോക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനു സന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. അപ്പോ എന്താണ് പറയുന്നത്? ഓം പാർത്ഥായ. പാർത്ഥായ എന്നാണ്. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ പൃഥയുടെ പുത്രൻ. പൃഥയുടെ പുത്രൻ ആരാണ്? അർജുനൻ, അല്ലേ? ആ പൃഥയുടെ പുത്രനായ അർജുനന് ആര്? ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം. ഭഗവത, ഭഗവാൻ, സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ എന്ന ആരാണ്? അഷ്ടൈശ്വര്യങ്ങളെ കുറിച്ച് നാം അണിമാ മഹിമാ ജൈവ ഗരിമാ ലഘിമാ തഥാ ഈശിത്വം ച പശിത്വം ച പ്രാപ്തി പ്രാകാരമശ്നുതേ എന്ന ഗുണങ്ങളോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ്? അതിമർത്യാനി ഭഗവൻ ഗൂഢ കപടമാനുഷ. മനുഷ്യരൂപത്തിൽ കപടമാനുഷനായിട്ട് ഭൂമിയിൽ അവതാരം ചെയ്തിരിക്കുകയാണ് സാക്ഷാൽ ഭഗവൻ തന്നെ. അങ്ങനെയുള്ള ആ നാരായണൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജലമാണ്. ആ ജലത്തില് നമ്മൾ ഭഗവാൻ അനന്തശയ്യായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നാരായണ ശബ്ദത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ സാക്ഷാൽ നാരായണൻ തന്നെയായിരിക്കുന്ന ഭഗവൻ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കൃഷ്ണാവതാരമുണ്ടായി എന്ന് പറഞ്ഞു. ശങ്കര അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി. അപ്പോ സാക്ഷാൽ ഭഗവത നാരായണേന സ്വയം, ഭഗവാൻ നാരായണൻ സ്വയം അർജുനനോട് ഉപദേശിച്ചത്. അതാണ് പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോ ഇവിടെ പ്രതിബോധിതാം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ പ്രതിബോധിതാം എന്നുള്ളത് എന്താണ്? പ്രതിബോധിതാം എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല. സാക്ഷാൽ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരെ? അതുമല്ല. സാക്ഷാൽ
അജ്ഞാനത്തെ തുടച്ചു നീക്കുന്ന ജ്ഞാനത്തെ പകർന്നു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിബോധിതാം. ആ പ്രതിബോധിതാം എന്ന് പറയുന്ന വാക്കിന് വളരെയധികം അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതി എന്ന് പറയുന്ന ഉപസർഗത്തിന് നമ്മളെ എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അർജുനനിലൂടെ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ പറഞ്ഞു തരികയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം. ഭഗവാൻ നാരായണൻ സ്വന്തമായിട്ട് അദ്ദേഹം തന്നെ നേരിട്ട് അർജുനനോട് ഉപദേശിച്ചതും എന്നാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം. പിന്നീടോ വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. മധ്യേ മഹാഭാരതം, വളരെ പ്രസിദ്ധമായിരിക്കുന്ന മഹാഭാരതം എന്ന ഇതിഹാസ കൃതിയുടെ നടുക്ക് മധ്യത്തില്, അതാണ് മഹാഭാരതത്തിന്റെ മധ്യത്തില്. അതിൽ ഭീഷ്മപർവത്തിലാണ് ഇതിനെ പറയുന്നത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലാണ് ഈ ഉപദേശ സംഹിതയുള്ളത്. അപ്പൊ മഹാഭാരതത്തിന്റെ മധ്യത്തിലായിട്ട് എന്താണ്, ആരാണ്? പുരാണമുനിനാം വ്യാസേന, പുരാണമുനിയായിട്ടുള്ള സാക്ഷാൽ വേദവ്യാസൻ ഗ്രഥിതാം, ഗ്രഥിച്ചു എന്ന് വെച്ചാൽ എഴുതി വച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോ എന്താണ് ആദ്യത്തെ വരിയുടെ അർത്ഥം? സാക്ഷാൽ ഭഗവാൻ നാരായണൻ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന ആ പരമമായ ജ്ഞാനം ഇതിഹാസ കൃതിയായിരിക്കുന്ന മഹാഭാരതത്തിന്റെ മധ്യത്തില് വളരെ മനോഹരമായിട്ട് ഗ്രഥിതാം, ആരാണ് എഴുതി വെച്ചത്, കോർത്തു വെച്ചത്? വേദവ്യാസ മഹർഷിയാണ് എന്നാണ്. അതെങ്ങനെയാണ്? അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം. അദ്വൈതാമൃതവർഷിണിയാണ്. അദ്വൈതം അദ്വൈതമാകുന്ന അമൃത വർഷിക്കുകയാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താണ് അദ്വൈതം എന്ന് പറഞ്ഞു? ജീവാത്മാവിൽ നിന്നുകൊണ്ട് പരമാത്മാവിനെ അറിയുകയാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ നാം പറയുകയുണ്ടായി അല്ലേ? പ്രജ്ഞാനം ബ്രഹ്മ ഇങ്ങനെയൊക്കെ നാം പഠിച്ചു. അപ്പോ അതെങ്ങനെയാണ്? അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം. അഷ്ടാദശം എന്ന് പറഞ്ഞാൽ 18. അഷ്ടാദശം അധ്യായിനീം, അധ്യായങ്ങളോട് കൂടിയ. എങ്ങനെ? അഷ്ടാദശാധ്യായിനീം, 18 അധ്യായങ്ങളോട് കൂടിയതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്വൈതം വർഷിക്കുന്നതായിട്ടുള്ള ഈ അമൃതം വർഷിക്കുന്നതായിട്ടുള്ള ഏത്? അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നതായിട്ടുള്ള ഈ ഭഗവത്ഗീത 18 അധ്യായങ്ങളോടുകൂടി സാക്ഷാൽ വ്യാസൻ മഹാഭാരതത്തിന്റെ മധ്യത്തില് വളരെ മനോഹരമായി കോർത്തിണക്കിയിരിക്കുകയാണ്. അത് അങ്ങനെയുള്ള ആ ശ്രീമദ് ഭഗവത്ഗീതയെ അമ്മേ, ഞാൻ സംസാരനാശിനിയായ ഈ സംസാരത്തിലെ സകല ദുഃഖങ്ങൾക്കും വിരാമം വരുത്തുന്ന അമ്മയെ ഞാൻ അനുസ്മരിക്കുന്നു, അല്ലെങ്കിൽ നമസ്കരിക്കുന്നു, അമ്മയെ ഓർക്കുന്നു എന്നുള്ളതാണ്. അതാണ് അംബത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഭവേദ്വേഷിണീം എന്നാണ്. ഭവേദ്വേഷിണീം, ഈ സംസാര സാഗരത്തിൽ ഉണ്ടായിരിക്കുന്ന സകല ദുഃഖങ്ങളെയും ദ്വേഷിണീം, നശിപ്പിക്കുന്ന അല്ലെ ഭഗവദ്ഗീതയെ അംബത്വാമനുസന്ധദാമി. അപ്പൊ അങ്ങനെയുള്ള അമ്മയെ ഞാൻ സ്മരിക്കുകയാണ്. അനുസന്ധാമി, അനുസന്ധധാമി, അമ്മയെ ഞാൻ അനുസ്മരിക്കുന്നു എന്നാണ്. അപ്പൊ എന്താണ്? ഒന്നുകൂടെ അതിന്റെ അർത്ഥം നോക്കാം. നമ്മള് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. അപ്പോ അങ്ങനെയുള്ള ഈ സംസാര സാഗരത്തിൽ നിന്ന് ദുഃഖങ്ങളെയെല്ലാം നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കുന്ന അമ്മേ, അങ്ങനെയുള്ള അമ്മേ, ആ ഭഗവത്ഗീതയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനോട് ഉപദേശിച്ചതും വളരെ പുരാണമുനിയായിരിക്കുന്ന വേദവ്യാസ മഹർഷി
വളരെ ഭംഗിയായിട്ട് മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ, മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെ മധ്യത്തിൽ കോർത്തിണക്കിയതും അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നതും പിന്നീട് എങ്ങനെയാണ് 18 അധ്യായങ്ങളോടുകൂടിയുമായിരിക്കുന്ന ആ ഭഗവതിയുമായിരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതയെ അമ്മേ ഞാൻ സംസാരനാശിനിയായിരിക്കുന്ന അവിടുത്തെ അനുസ്മരിക്കുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞു വിഷയം പരബ്രഹ്മമാണ്, പ്രയോജനം മുക്തിയാണ്, ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ. വിജ്ഞാനികൾക്ക് തീർച്ചയായിട്ടും വിയോജിക്കാൻ വകയുണ്ടായിരിക്കാം എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ വിദ്യാർത്ഥിക്ക് പിഴച്ചിടിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിൻ്റെ വാക്കുകളെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. രണ്ടാമത്തേത് പ്രാർത്ഥനാ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര. യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര. യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ. എന്താണ്? നമിപ്പു ഞാൻ വ്യാസമഹാമനീഷൻ, ആ മഹാമനീഷിയായിരിക്കുന്ന നമോസ്തുതേ, നമസ്കരിക്കുകയാണ്. ആരെ? വ്യാസനെ. എങ്ങനെ? വിശാലബുദ്ധേ, വളരെ വിശാലമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാമനസ്കനാണ്, മഹാമനീഷിയാണ്. ലോകനന്മയ്ക്ക് വേണ്ടി ആ മഹാഭാരതം അർജുനൻ, ഭഗവാൻ ലോകസംഗ്രഹാർത്ഥം അർജുനന് ഉപദേശിച്ചു കൊടുത്തു. ആ ലോകസംഗ്രഹാർത്ഥം അർജുനന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന ഭഗവത്ഗീതയെ എങ്ങനെ വളരെ വിശാല ബുദ്ധി എന്ന് പറയാൻ കാരണം നമ്മളെ പോലെയുള്ള മന്ദബുദ്ധികൾക്ക് ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാകണം എന്ന് കരുതിക്കൊണ്ടാണ് ആര്? സാക്ഷാൽ ഭഗവാൻ വ്യാസൻ ഇതിൽ ചേർത്തു, മഹാഭാരതത്തിൽ എഴുതി ചേർത്തതാണ്. അതുകൊണ്ടാണ് നമോസ്തുതേ വ്യാസവിശാല ബുദ്ധേ എന്ന് പറഞ്ഞത്. മലയാള കവിയായ PN വിജയൻ എഴുതിയ വാചകങ്ങളുണ്ട്. നമിപ്പു ഞാൻ വ്യാസ മഹാമനീഷിൻ നത്ത അമരക്കണ്ണുകളോലുവോനെ. അതാണ് ഫുല്ലാരവിന്ദായത പത്രനേത്ര. ഫുല്ലാരവിന്ദായത പത്രനേത്ര എന്താണ്? വിടർന്ന താമരപ്പൂവാണ് ഫുല്ലാരവിന്ദായത പത്രനേത്ര. അപ്പോ ഫുല്ലാരവിന്ദം, ആ താമരപ്പൂവ്, അത് ഫുല്ലാരവിന്ദായത പത്രനേത്ര, താമരപ്പൂവിൻ്റെ ഇതുകള് തുടങ്ങി വെച്ചിരിക്കുന്നതായ തുറന്ന താമരപ്പൂവിൻ്റെ വിടർന്ന കണ്ണുകൾ എന്നർത്ഥം. വിടർന്ന താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലത്തെയുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാന്തദർശിയായിരിക്കുന്ന വ്യാസൻ. അപ്പോൾ വ്യാസന്റെ ആ ക്രാന്തദർശിത്വമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വ്യാസനെ നമ്മളിവിടെ നമസ്കരിക്കുകയാണ്. ആരാണ് വ്യാസൻ? അപ്പോൾ ഗുരുവാണ്. കാരണം നമ്മൾ പറയുകയുണ്ടായി ഗുരുരനുഗ്രഹേന ഇവ ഉമാൻ പൂർണ്ണപ്രശാന്തേ എന്നാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്ന സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ നന്മകളും നമുക്കുണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനും പുറപ്പെടുന്നതിന് മുമ്പ് ഗുരുവിനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ 18 അധ്യായങ്ങളിലൂടെ അമൃത് വർഷിക്കുന്ന ആ സാക്ഷാൽ അമ്മയായിരിക്കുന്ന ഭഗവത്ഗീതയെ നാം സ്മരിച്ചു. രണ്ടാമത് ആ ഭഗവത്ഗീത നമുക്കായിട്ട് എഴുതിയ വിശാല ബുദ്ധിയായിരിക്കുന്ന സാക്ഷാൽ വ്യാസനെ നാം നമസ്കരിക്കുകയാണ്. അതെങ്ങനെ? നമോസ്തുതേ വ്യാസവിശാല ബുദ്ധേ ഭുല്ലാരവിന്ദായത പത്രനേത്ര. യേന ത്വയാ ഭാരതതൈലപൂർണ. എന്താണ്? യേന ത്വയാ ഭാരതതൈലപൂർണ. ഈ ഭാരതത്തില് എണ്ണ നിറച്ച് പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപം. അപ്പൊ മഹാഭാരതമാകുന്ന മഹാഭാരതത്തില് എണ്ണ നിറച്ച് ജ്ഞാനമയമായ ദീപം, അതാണ് പ്രജ്വാലിതോ, കത്തിച്ചു, പ്രോജ്വലിപ്പിക്കുകയാണ്. ജ്വലിപ്പിക്കൂ. എന്ത്? അജ്ഞാനത്തെ മാറ്റി ജ്ഞാനമയം, ജ്ഞാനത്തെ, അറിവ്
ആ ജ്ഞാനമയമായ ദീപം ജ്വലിപ്പിച്ചു എന്നർത്ഥം. അറിവിന്റെ ദീപം വിളക്ക് കൊളുത്തി. അപ്പൊ വിളക്ക് കൊളുത്താൻ എണ്ണ വേണം. ആ എണ്ണയെ ഭാരതത്തിൽ നിറച്ചു. മഹാഭാരതമാകുന്ന ഈ ഭൂമിയില്, ഈ ശ്രേഷ്ഠഭൂമിയിൽ എണ്ണ നിറച്ച് ജ്ഞാനമയമായ ദീപം. ചില ആചാര്യന്മാര് ഈ മഹാഭാരതമാണ് എണ്ണ എന്ന് പറയുന്നു. ഈ ഭൂമിയിലെ മഹാഭാരതം തന്നെയാണ് എണ്ണ. ആ എണ്ണ നിറച്ച്, മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനമയമായ ദീപത്തെ ജ്വലിപ്പിച്ച് ലോകത്തിന് വെളിച്ചം പകർന്നു. അതുകൊണ്ടാണ് വിശാലബുദ്ധി എന്നും ക്രാന്തദർശിത്വം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ വിശാലബുദ്ധിയായിരിക്കുന്ന, വിടർന്ന താമരപ്പൂവിന്റെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളുള്ളവനും ക്രാന്തദർശിയുമായിരിക്കുന്ന സാക്ഷാൽ വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ. നമോസ്തുതേ, നമസ്കരിക്കുന്നു. വ്യാസന്റെ പേര് വിശാലബുദ്ധേ, വിശാലമനസ്കനായിരിക്കുന്ന മഹാമനീഷി എന്നർത്ഥം. മഹാമനസ്കനായിരിക്കുന്ന മഹാമനീഷിയ എന്നർത്ഥം. ഭുല്ലാരവിന്ദായത പത്രനേത്ര. ഭുല്ലാരവിന്ദം, അപ്പൊ താമരപ്പൂവ് എങ്ങനെ വിടർന്നു നിൽക്കുന്ന പത്രങ്ങള്, അതിന്റെ ഇതളുകളോട് കൂടിയ കണ്ണുകളുള്ളവൻ. നേത്രം എന്ന് വെച്ചാൽ കണ്ണ്. ഏനത്വയാ ഭാരത തൈലപൂർണ. ഏനത്വയാ ഭാരത തൈലപൂർണ. അങ്ങനെയുള്ള അത് ഭൂമിയില് മഹാഭാരതമാകുന്ന എണ്ണ നിറച്ചുകൊണ്ട്. കാരണം കത്തിക്കണ്ടേ, ഇത് എവിടെങ്കിലും കത്തണമെങ്കിൽ എണ്ണ വേണം. ആ മഹാഭാരതമാകുന്ന എണ്ണ നിറച്ചുകൊണ്ട് പ്രജ്വാലിതോ, ജ്വലിപ്പിച്ചു. എന്ത്? ജ്ഞാനമയമായിരിക്കുന്ന ആ ദീപത്തെ കത്തിച്ചു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. മൂന്നാമത്തെ ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. പ്രപന്ന പാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമ. പ്രപന്ന പാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമ. എങ്ങനെയാണ്? പ്രപന്ന പാരിജാതായ. പാരിജാതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗത്തില് ദേവന്മാർക്കുള്ള കൽപ്പക വൃക്ഷമാണ് പാരിജാതം. അതെങ്ങനെയാണ്? ആ കൽപ്പക വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നവന് എല്ലാ അഭിലാഷങ്ങളും നൽകും. അപ്പൊ ഇവിടെ അങ്ങനെയാണ്. പ്രപന്ന, ഈ പ്രപന്നം എന്ന വാക്ക് വീണ്ടും പഠിക്കും. അർജുനൻ അങ്ങനെയാണ് പറഞ്ഞത്. ഷാധിമാം താം പ്രപന്നം എന്നും പറഞ്ഞ് ഭഗവാനെ അങ്ങ് പൂർണ്ണമായിട്ട് ഭഗവാനിലോട്ട് അർപ്പിക്കുകയാണ്. അപ്പൊ ആരാണോ ഭഗവാനിലോട്ട് അർപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ശരണാർത്ഥികളുടെ അഭിലാഷങ്ങളെ എല്ലാം നിറവേറ്റുന്നവൻ, അതാണ് പ്രപന്ന പാരിജാതായ. പ്രപന്നം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ശരണാർത്ഥി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഭഗവാനിലോട്ട് നമിച്ചിരിക്കുന്നു. എല്ലാം ഭഗവാനിലോട്ട്. ഷാധിമാന്താം പ്രപന്നം, ഞാൻ ഭഗവാനോട്ട് മാത്രം ഞാൻ പൂർണ്ണമായിട്ട് അർപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് മറ്റൊന്നുമില്ല. അങ്ങനെ ഭഗവാനിലോട്ട് അർപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് പാരിജാതായ, പാരിജാത വൃക്ഷമാണ്, കൽപ്പക വൃക്ഷമാണ്, സ്വർഗത്തിലാണ് അതുള്ളത്. എന്താണത്? സകല സർവ ആഭിഷ്ടങ്ങൾക്കും. അപ്പൊ തൻ്റെ ശരണാർത്ഥികൾക്ക് അഭിലാഷങ്ങളെയെല്ലാം നിറവേറ്റുന്നവൻ, അതാണ് പ്രപന്ന പാരിജാതായ. പിന്നീടോ സ്തോത്രവൈത്രൈകപാണയേ. സ്തോത്രവൈത്രം എന്ന് പറഞ്ഞാൽ മുളന്തണ്ട്. സ്തോത്രവൈത്രൈക പാണയെ, പാണയെ ധരിക്കുന്നവൻ. ഈ മുളന്തണ്ട് ധരിക്കുന്നത് എന്താണ്? മേത്തിടുകയല്ല. എങ്ങനെയാണ്? ഈ പശുക്കളെ യദൂലനാണല്ലോ, അപ്പൊ പശുവിനെ നടത്തുവാൻ വേണ്ടി ചമ്മട്ടിയും ചവണയും എന്ന് പറയുമല്ലോ അതിന്. അപ്പൊ അതാണ് ഇവിടുത്തെ സ്തോത്രവൈത്രൈകം എന്ന് പറയുന്നത്. അതിനെയാണ് സ്തോത്രവൈത്രൈകം. മുള കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ചമ്മട്ടിയും കോലും, ചമ്മട്ടി എന്ന് ഞാൻ ചരട് പോലത്തെ ചമ്മട്ടിയും കോലും, അതിനാണ് ഈ സ്തോത്രവൈത്രൈക പാണയം. പാണയം എന്ന് വെച്ചാൽ അത് ധരിച്ചിരിക്കുന്ന, കയ്യിലുള്ളവൻ എന്നർത്ഥം. അപ്പൊ ശരണാർത്ഥികളുടെ പ്രപന്ന പരിജാതായ സ്തോത്രവൈത്രൈക പാണയെ, ശരണാർത്ഥികളുടെ, തന്നെ പൂർണ്ണമായിട്ടും തന്നെ പ്രാപിക്കുന്നവർക്ക്, തന്നിലോട്ട് അർപ്പിച്ചിരിക്കുന്നവർക്ക് അവരുടെ എല്ലാ അഭിലാഷങ്ങളെയും നൽകുന്നവനും ഒന്ന്. പിന്നീടോ സ്തോത്രവൈത്രൈക പാണയെ, ചമ്മട്ടിയും കോലും കയ്യിലേന്തിയവനും. പിന്നീടോ ജ്ഞാനമുദ്രായ. ജ്ഞാനമുദ്ര ഇങ്ങനെ തള്ളവിരലും ഈ ചൂണ്ടുവിരലും ഇത് രണ്ടിനെ ഒന്നിച്ച്, എന്നിട്ട് ഈ മൂന്ന് വിരലുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് ജ്ഞാനമുദ്ര. അതെന്താണ്? ഈ തള്ളവിരൽ പരമാത്മാവും ചെറിയ വിരൽ ജീവാത്മാവുമായിട്ടാണ് സങ്കല്പം.
അങ്ങനെ ജീവാത്മാവും പരമാത്മാവും ഒന്നിക്കുന്നതും ഇത് സത്വം, രജസ്, തമസ് ഇങ്ങനെ 3 ഗുണങ്ങളും ആണ് കാണിക്കുന്നത്. ഇത് ജ്ഞാനമുദ്ര എന്ന് പറയുന്നു. ഇത് താഴോട്ടായാൽ ചിന്മുദ്രയായി. ഇതിനെ ജ്ഞാനമുദ്ര എന്ന് പറയുന്നു. അങ്ങനെ ജ്ഞാനമുദ്രയോട് കൂടിയും ഇരിക്കുന്ന, അപ്പൊ എന്താണ്, ഭഗവാന് ജ്ഞാനം കൊടുക്കുന്ന, ജനങ്ങൾ എല്ലാവർക്കും ജ്ഞാനം കൊടുക്കുന്ന, പകർന്നു നൽകുന്നവൻ എന്നർത്ഥം. പിന്നീടോ ഗീതാമൃത ദുഹേ നമ. ദുഹേ എന്ന് വെച്ചാൽ ഇവിടെ കറക്കുന്ന എന്നർത്ഥം, കറവക്കാരൻ. എന്ത് കറന്നു? ഗീതയുടെ അമൃതം, ആ ഭഗവത്ഗീതയുടെ അമൃത് കറന്ന്. അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് വേദങ്ങളുടെ മുഴുവൻ, ഉപനിഷത്തുകളുടെ മുഴുവൻ സാരാംശമാണ്. അതൊരു പശുവിലായിട്ട്, അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അതിനെ കറന്നെടുക്കുന്നവനാണ്. അപ്പൊ ഒരു കറവക്കാരനാണ്. അങ്ങനെ കറന്ന് ജ്ഞാനമുദ്രയോടുകൂടി ജനങ്ങൾക്കെല്ലാം ജ്ഞാനം നൽകുന്ന ഭഗവാൻ. അപ്പൊ ശരണാർത്ഥികളുടെ അഭിലാഷങ്ങളെയെല്ലാം തന്നെ പ്രപന്ന പാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമ. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണന് നമസ്കാരം. കൃഷ്ണായ നമ എന്നാണ്. അങ്ങനെയുള്ള സാക്ഷാൽ കൃഷ്ണന് നമസ്കാരം. അപ്പൊ എന്താണ്? പ്രപന്ന പരിജാതായ, ശരണാർത്ഥികളുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെ എല്ലാം നേടിക്കൊടുക്കുന്നതായിട്ടുള്ളതും, സ്തോത്രവൈത്രൈക പാണയ, ചമ്മട്ടിയും കോലും കയ്യിലേന്തിയവനും, ജ്ഞാനമുദ്രയോടുകൂടി, ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമ, ആ ഗീതയുടെ അമൃത് കറന്നു കൊടുക്കുന്നവനുമായ സാക്ഷാൽ ഭഗവാന് നമസ്കാരം എന്നാണ്. ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് ബാക്കിയുള്ളവർ നമുക്കൊന്ന് എല്ലാ ശ്ലോകങ്ങളും 4 ശ്ലോകങ്ങളും ഒന്ന് വായിക്കാം. അടുത്ത ശ്ലോകം. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗധം ഗീതാമൃതമഹത്. എന്താണ്? സർവോപനിഷദോ ഗാവോ, സർവോപനിഷദോ ഗാവോ, സർവ ഉപനിഷത്തുകളെന്നാണ്. സർവോപനിഷദോ ഗാവോ, ഗാവോ പശുക്കൾ. നമ്മൾ എന്താണ്? വേദത്തിന്റെ വേദാന്തമാണ്, വേദങ്ങളുടെ മുഴുവൻ സാരാംശമാണ് ഉപനിഷത്തുകൾ എന്ന് നാം പഠിക്കുകയുണ്ടായി. 100ഓളം ഉപനിഷത്തുകളുണ്ട്. നമ്മളതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന 10 ഉപനിഷത്തുകൾക്ക് ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം കൊടുത്തു എന്ന് പറഞ്ഞു. ആ ഉപനിഷത്തുകൾ ഏതൊക്കെയാണെന്ന പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാ ഉപനിഷത്തുകളും എന്താണ്? സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന. ദോഗ്ധ എന്ന് പറഞ്ഞാൽ കറവക്കാരൻ. ദോഗ്ധ എന്ന് പറഞ്ഞാൽ കറവക്കാരൻ. ഗാവോ പശുക്കളായിട്ട്. ഏത്? സർവോപനിഷദോ, സർവ ഉപനിഷത്തുകളും പശുക്കളായിട്ട് കാണുക. ദോഗ്ധ ആര്? കറവക്കാരനായിട്ട്. ഗോപാലനന്ദനൻ, പശുക്കളെ എല്ലാം പാലിക്കുന്നയാളുടെ മകൻ. അതാരാണ് ഇവിടെ? ശ്രീകൃഷ്ണൻ, ഗോപാലനന്ദനാണ്. മധുരയിലെ കഥ അങ്ങനെയാണല്ലോ. പിന്നീടോ പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗധം ഗീതാമൃതം മഹത്. പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗധം ഗീതാമൃതം മഹത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ദുഗധം ഗീതാമൃതം മഹത്. ഒന്നുകൂടെ ചൊല്ലാം. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗധം ഗീതാമൃതം മഹത്. അപ്പോ പാർത്ഥോ വത്സ സുധീർ ഭോക്ത എന്നാണ്. അപ്പോ ദുഗധം ഗീതാമൃതം മഹത്. ഇവിടെ തൻ്റെ വത്സനായിരിക്കുന്ന പാർത്ഥൻ സുധീർ ഭോക്താവാണ്. എങ്ങനെ? കാരണം എന്താ? പശുവിനെ കറക്കണമെങ്കിൽ കറവക്കാരനും പശുവും മാത്രം പോരാ, പശുവിന് കിടാവ് വേണം, അല്ലേ? അപ്പൊ പശുവിന് കിടാവുണ്ടെങ്കിൽ മാത്രമേ പാല് ചുരത്തുവാൻ പറ്റുകയുള്ളൂ. അപ്പൊ അർജുനൻ എന്ന പശുക്കിടാവാണ് ഇവിടെ. അപ്പൊ അർജുനൻ പശുക്കിടാവായിട്ട്, പിന്നീടോ
ദുഗധം ഗീതാമൃതം മഹത്. പാലെന്താണ്? ഗീതയുടെ അമൃതാണ്. സാക്ഷാൽ ഗീതയുടെ അമൃത് പാല് എന്ന് കരുതുക എന്നാണ്. അങ്ങനെയുള്ള അത് ഭുജിക്കുന്നവൻ ബുദ്ധിമാന്മാരായി തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ പാർത്ഥോ വത്സ സുധീർ ഭോക്ത. സുധീർ ഭോക്ത അത് കഴിഞ്ഞ് ബുദ്ധിമാനാവുകയാണ്. ദുഗധം ഗീതാമൃതം മഹത്. അപ്പൊ പാർത്ഥനിലൂടെ നമുക്കിത് പറഞ്ഞു തരികയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിബോധിത എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും കൂടിയാണ് എന്നുള്ളത് വീണ്ടും ഇവിടെ ഭഗവാൻ പറഞ്ഞു തരികയാണ്. കാരണം പാല് ചുരത്തുവാൻ പശുക്കിടാവ് വേണം, അല്ലേ? ആ പശുക്കിടാവിന് ഒരൽപ്പം പാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ബാക്കി പാല് മുഴുവൻ നമ്മളാണ് ഉപയോഗിക്കുന്നത്. സാധാരണ മനുഷ്യന് കിട്ടും. അപ്പൊ അതിൽ ബുദ്ധിമാന്മാർക്ക്, ഇതൊക്കെ പഠിക്കുവാൻ കഴിവുള്ളവർക്ക്, ഇത് അറിഞ്ഞുകൊണ്ട് ഭഗവത്ഗീത നമുക്കായിട്ട് പഠിച്ചാൽ ബുദ്ധിമാന്മാര് അത് ഭംഗിയായിട്ട് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി മോക്ഷം സിദ്ധിക്കുന്നു എന്നുള്ളതാണ്. സർവോപനിഷദോ ഗാവോ, എല്ലാ ഉപനിഷത്തുകളും ഗാവോ പശുക്കളായിട്ട് ചിന്തിച്ചുകൊണ്ട്, ദോഗ്ധ ഗോപാലനന്ദന, പശുപാലകന്റെ മകനായിട്ടുള്ള ഗോപാലനന്ദനൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ കൃഷ്ണൻ തന്നെ എന്താണ്? പാർത്ഥോ വത്സ സുധീർ ഭോക്ത. പാർത്ഥൻ എന്ന് പറയുന്ന പാൽക്കിടാവിലൂടെ, പശുക്കിടാവിനോടുകൂടി ഈ വളരെ സുധീർ ഭോക്തം ദുഗധം ഗീതാമൃതം മഹത്. ആ പാല് എന്ന് പറയുന്നത് ഗീതയുടെ അമൃതാണ്. അത് കറന്നെടുത്ത് ഭുജിക്കുന്നവര് ബുദ്ധിമാന്മാരാകുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 4 ശ്ലോകങ്ങൾ നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്തെങ്കിലും അർത്ഥമോ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾ ഒരു 3-4 പേര് ഇത് ചൊല്ലുക, കേട്ടോ. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായൺ. ഒന്നിച്ച് ചൊല്ലിക്കോളൂ. മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചൊല്ലുക, കേട്ടോ. മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ചൊല്ലുന്നതോടൊപ്പം ചൊല്ലിക്കോളുക. ഓം പാർത്ഥായ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. എല്ലാവരും മ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എല്ലാവരും മ്യൂട്ട് ചെയ്ത് തന്നെ ഇരുന്നോട്ടെ. ഇല്ലെങ്കിൽ ശബ്ദം എല്ലാവരുടെയും കൂടെ ഒരു ബഹളമായി തീരും. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, മ്യൂട്ട് ചെയ്ത് തന്നെ വെച്ച് ചൊല്ലിക്കോളൂ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബത്വാമനു സന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര. യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. പ്രപന്ന പാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗധം ഗീതാമൃതം മഹത്. ജയശങ്കര. ഇനി ഇതില് നമ്മുടെ പഠിതാക്കള് 3-4 പേര് ചൊല്ലുക. ജയശങ്കര. ആരാണ് തുടങ്ങുന്നത്? ഉണ്ണികൃഷ്ണ സാർ തന്നെ തുടങ്ങിക്കോട്ടെ. ജയശങ്കര. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്ദദാമി
ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. ജയശങ്കര. ഇനി ആരാണ്? കവിത ചേച്ചി ചെല്ലുന്നോ? കവിത ചേച്ചി പാരായണം ചെയ്യുന്നു. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധദാമി ഭഗവത് ഗീതേ ഭവദ്ദീഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. ജയശങ്കര. ഇനി ആരാണ്? ഞാൻ ചൊല്ലാം. ആ, ചൊല്ലിക്കോളൂ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനിം അംബ ത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്.
ജയശങ്കര. ജയശങ്കര. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ 9 പ്രാർത്ഥനകൾ പഠിക്കാം ആദ്യമായിട്ട്. ഇന്നിപ്പോൾ 4 പഠിച്ചു, ഇനി 5 കൂടിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ മാക്സിമം 30 മിനിറ്റ് 40 മിനിറ്റിനുള്ളിൽ നമ്മൾ നിർത്തണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം പ്രാർത്ഥന, ഭഗവത്ഗീതയുടെ പ്രാർത്ഥന ചൊല്ലുക, അത് കഴിഞ്ഞ് അന്നുള്ള ശ്ലോകങ്ങൾ പഠിക്കാം. അർത്ഥമറിഞ്ഞ് ഈ പറഞ്ഞതുപോലെ ശ്ലോകത്തിൻ്റെ സാരാംശം, അതിൻ്റെ പ്രധാന അർത്ഥം, വാക്കുകളുടെ അർത്ഥം, സന്ദർഭം, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പോകാം. മറ്റ് എന്തെങ്കിലും സംശയമായിട്ടോ അല്ലെങ്കിൽ പുതുമയായിട്ടോ പറയണമെങ്കിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ആർക്കെങ്കിലും ഒന്നുകൂടെ ചൊല്ലണമെന്നുണ്ടെങ്കിൽ ചൊല്ലാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ. ജയശങ്കര. ചൊല്ലിക്കോട്ടെ, ചൊല്ലിക്കോളൂ. ഓം പാർത്ഥായ പ്രതിബോധിതം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്രാം യേന ത്വയാ ഭാരതതൈലപൂർണാ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപാ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സഃ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. ജയശങ്കര. ജയശങ്കര. സുരേഷേട്ടൻ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ഈ ഇന്നത്തെ പഠന ക്ലാസ്സിൽ വേണ്ട രീതിയിൽ മനസ്സിലാക്കി പഠനം തുടരുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ശ്ലോകങ്ങൾ ചൊല്ലുവാൻ കുറച്ച് പേർ മുമ്പോട്ട് വന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള ക്ലാസ്സുകളിലും എല്ലാവരും പങ്കെടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ശുഭരാത്രി നേരുന്നു. ജയശങ്കര. 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 ജയശങ്കര.